പ്രിയപ്പെട്ടവരെ, പ്രഭാഷക പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിലെ പ്രകാരം പ്രഭാഷകൻ ചോദിക്കുന്നു, കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച്, അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച്, അത്ഭുതങ്ങളെ അളക്കുവാനും കർത്താവിൻ്റെ മഹത്തായ പ്രവൃത്തികളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാനും ആർക്ക് കഴിയും? ഷാലോമിൻ്റെ ഓരോ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെയും അനേക അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവ എണ്ണി തീർക്കുവാനോ അവയെ അളക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ അതിൽ കുറഞ്ഞ പേര് മാത്രമേ സാക്ഷ്യപ്പെടുത്തുന്നുള്ളൂ. അതിൽ നിന്നും ഏതാനും സാക്ഷ്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ആ സാക്ഷ്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതങ്ങൾ ഉണരട്ടെ. കർത്താവിനെ നമുക്കും വലിയ വിശ്വാസത്തോടുകൂടി ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അതുപോലെ ലോകം മുഴുവന് വേണ്ടി, ഷാലോം മിനിസ്ട്രിക്ക് വേണ്ടിയൊക്കെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. നമ്മളെപ്പോലെ വേദനിക്കുന്ന, അതുപോലെ നമ്മോടൊപ്പം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ ഒരു കൂട്ടായ്മ ലോകമെമ്പാടുമുണ്ട്. അവരോട് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ കടന്നു വരാം. ഇതിനു വേണ്ടി നമ്മെ സഹായിക്കുന്നത് ഷാലോമിൻ്റെ പ്രേയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ മാത്യു ജോസഫ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ. ഈശോയെ ഒന്ന് സ്നേഹിച്ച് ഹല്ലേലൂയ. ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ ലോകസമക്ഷം നമ്മൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നമുക്ക് ദൈവത്തോട് ചേർന്ന് ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കാം, കൂട്ടായ്മയിലായിരിക്കാം. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാക്ഷ്യമൊക്കെ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ദൈവം ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതിലൊക്കെ പറയുന്ന അനേക രോഗങ്ങൾ, ഉദാഹരണത്തിന് 33 വർഷമൊക്കെ വീടില്ലാതെ അലഞ്ഞ വാടക വീട്ടിൽ താമസിച്ച ഒരുപാട് മക്കളെ കർത്താവ് സുഖപ്പെടുത്തിയ, വീട് കൊടുത്ത, രോഗികളെ സുഖപ്പെടുത്തിയ ഒത്തിരി അനുഭവങ്ങളൊക്കെയാണ്. ഈശോ ചോദിച്ചു, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നിനക്കില്ലല്ലോ. ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഇത്രത്തോളം ഒന്നും രോഗവും ഇത്രത്തോളം വല്ല ബുദ്ധിമുട്ടിലൂടെ ഒന്നും പോകുന്നവരല്ല. കുറേ പേര് അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഓർത്തൊരു കൃതജ്ഞതയുടെ ഒരു ശുശ്രൂഷ കൂടി ആയിരിക്കണം. 10, 12, 15 വർഷമൊക്കെ ആയിട്ട് കാത്തിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എത്രയോ മക്കളാണ് ഇവിടെ. നമുക്കൊക്കെ മക്കളുണ്ട്, നമുക്കൊക്കെ സ്വന്തമായിട്ട് വീടുണ്ട്. മാരകമായ രോഗങ്ങളൊന്നും നമ്മളിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇല്ല. അപ്പോൾ അതൊക്കെ ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറയാനും, ദൈവം അനുഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നമ്മളും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർക്കാൻ കൂടിയുള്ള സമയമാണെന്ന് പരിശുദ്ധാത്മാവ് എന്നോടും താങ്കളോടും പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആലുവയിൽ നിന്ന് അൽഫോൻസ ഷാജി എഴുതിയ കത്താണ്. 13 വർഷത്തോളമായി ഞങ്ങൾ 4 മക്കളുമായി വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ നല്ല മനസ്സുള്ള ഒരു വ്യക്തി ഏതാനും പേർക്ക് വീടുണ്ടാക്കുവാൻ സൗജന്യമായി സ്ഥലം കൊടുത്തപ്പോൾ 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്കും ലഭിച്ചു. സ്ഥലം കിട്ടി എല്ലാവരും വീട് വെച്ച് താമസം തുടങ്ങിയെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് പണിയാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ എൻ്റെ നിയോഗം പറഞ്ഞ് ഞാൻ നൈറ്റ് വിജിലേക്ക് കത്തെഴുതിയിരുന്നു. 2 കാര്യങ്ങളാണ് ഞാൻ കത്തിലെഴുതിയിരുന്നത്. ഒന്നാമതായി, ഇത് പണിയുവാൻ എൻ്റെ ഭർത്താവിനൊരു മനസ്സും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മനസ്സും ധൈര്യവും കിട്ടാനും വീട് പണി തുടങ്ങാനും വേണ്ടിയാണ് ഞാൻ നിയോഗം വെച്ച് എഴുതിയിരുന്നത്. കത്തെഴുതി 1 മാസത്തിനുള്ളിൽ വീട് പണി തുടങ്ങുവാൻ സാധിച്ചു. തറകെട്ട് കഴിഞ്ഞതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുമായി മുന്നോട്ട് പണി പോകാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള പണികൾ എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ബന്ധുക്കളും സ്വന്തക്കാരും അവരവരുടെ കഴിവനുസരിച്ച് വലുതും ചെറുതുമായ തുകകൾ നൽകി ഞങ്ങളെ സഹായിക്കുവാനായിട്ട് തുടങ്ങി. ഇതോടെ വിശ്വാസം കുറവായിരുന്ന എൻ്റെ ഭർത്താവിന് പ്രാർത്ഥനയിൽ വിശ്വാസമായി. ഞായറാഴ്ച കുർബാന പോലും പോകാതിരുന്ന വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. വ്യക്തിപരമായി ചിലരോടുണ്ടായിരുന്ന വെറുപ്പും വഴക്കുമൊക്കെ മാറി എല്ലാവരോടും അനുരഞ്ജനപ്പെടാനും കാരണമായി. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8-ന് മാതാവിൻ്റെ ജനന തിരുനാളിന്, അതായത് 8 മാസം കൊണ്ട് ഒരു 2 നില വീട് പണി പൂർത്തിയാക്കുവാൻ
അതിൽ താമസം തുടങ്ങുവാനും കർത്താവ് ഇടയാക്കി. കരമുയർത്തി ഹല്ലേലൂയ. ദൈവം ചെയ്ത വലിയ കാര്യത്തെ ഓർത്ത് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ കത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ, പ്രസക്തമായ ഭാഗങ്ങൾ നമ്മൾ ഒത്തിരിയേറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ ബാധ്യതയിലൂടെ, ഇല്ലായ്മയിലൂടെ കടന്നുപോയ ഈ സഹോദരി, ഈ സഹോദരൻ ഒരുമിച്ച് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഒരു ഭവനം നൽകിയെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പരിപാലന കാണാൻ ഇടയായ ഭർത്താവ്, വിശ്വാസം കുറഞ്ഞ, പള്ളിയിൽ പോലും പോകാതിരുന്ന ഭർത്താവ് ഈ അത്ഭുത പ്രവൃത്തി കണ്ട് സ്വന്തക്കാരിലൂടെയും വീട്ടുകാരിലൂടെയും അവരവരുടെ കഴിവിനനുസരിച്ച് സഹായിച്ചപ്പോഴും നമുക്കറിയാം, സത്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് അവരിലൂടെയും പ്രവർത്തിച്ചത്. ഇതെല്ലാം കണ്ട് ഭർത്താവ് വിശ്വാസിയായി മാറി. പലരോടും ക്ഷമിക്കാണ്ടവരും ക്ഷമിച്ചു. അവർ ഒരുമിച്ച് 8 മാസം കൊണ്ട് 2 നില വീട് നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സർവശക്തനായ നമ്മുടെ ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീടില്ലാത്തവർ ഈ സമയം കർത്താവിനെ സ്തുതിക്കട്ടെ. നമുക്ക് ഈ സഹോദരനോട് ചേർന്ന് കർത്താവ് ഇവർക്ക് കൊടുത്ത മഹനീയമായ പ്രവൃത്തിയെ ഓർത്ത് ഒന്ന് കർത്താവിന്റെ നാമത്തിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. വിസ്മയ പ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ആഹ്ലാദ ചിത്തരായി കരങ്ങളടിച്ച് കരുതുന്ന കർത്താവിന്റെ സ്നേഹം ഒന്ന് ഓർത്തുകൊണ്ട് ഇരുകരവും ഉയർത്തി ഹല്ലേലൂയ. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ പേര് പൗളി ബിജു. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടും 10 വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാനായി ഷാലോം നൈറ്റ് വിജിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ഗർഭിണിയാവുകയും 2014 ജനുവരി 4 പൂർണ്ണ ആരോഗ്യവാനായൊരു ആൺകുട്ടിയെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടാതെ ഡെലിവറി നാട്ടിൽ നടത്തുവാനും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. സമയമായപ്പോൾ ഞങ്ങളുടെ വിസയ്ക്ക് തടസ്സം നേരിടുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ വീണ്ടും ഷാലോമിലേക്ക് പ്രാർത്ഥന ചോദിക്കുകയും ചെയ്തിരുന്നു. അവിടെയും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. വിസ തടസ്സങ്ങൾ മാറ്റി നാട്ടിലെത്തുവാനും കർത്താവ് ഇടയാക്കി. ഞങ്ങളുടെ വേദനകളിലും പ്രതിസന്ധികളിലും ഞങ്ങളെ സഹായിച്ച നല്ല ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെയുള്ള നല്ല ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മനസ്സുയർത്തി മഹത്വപ്പെടുത്താം. കൈകളാൽ നടത്തിടും സ്നേഹം ചൊല്ല
നിന്നുള്ള ഒരു കത്താണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ജിഷ ഷാജു ആണ് എഴുതിയത്. എൻ്റെ ഭർത്താവ് വർഷങ്ങളായി നടുവേദന മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു. എക്സ്റേ റിപ്പോർട്ട് പ്രകാരം നടുവിൻ്റെ എല്ലിൻ്റെ വളർച്ചയുടെ അപാകതയാണ് വേദനയ്ക്ക് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. പലതവണ ഫിസിയോഗ്രാഫി ചെയ്തുവെങ്കിലും കാര്യമായ ഗുണമുണ്ടായില്ല. ഒരു വെയിറ്റും എടുക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഒരു AC ടെക്നീഷ്യനായ ഭർത്താവിന് ജോലിയുടെ ഭാഗമായി വെയിറ്റ് എടുക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിലെ നെറ്റ് വിജിലേക്ക് ഞങ്ങൾ പ്രാർത്ഥന സഹായം എഴുതി ചോദിച്ചിരുന്നു. അന്ന് ഇരിക്കുവാനും കിടക്കുവാനും കഴിയാത്ത സ്ഥിതിയായിരുന്നു അദ്ദേഹത്തിന്. ശരീരം കുനിഞ്ഞ് വളഞ്ഞ സ്ഥിതിയിലൊക്കെയാണ് അദ്ദേഹം ബാത്റൂമിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അന്ന് രാത്രി ആരാധന നടക്കുന്ന സമയത്ത് ഭർത്താവ് ബുട്ടുകുത്തി കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനും 3 മക്കളും അദ്ദേഹത്തിൻ്റെ പുറത്ത് കൈകൾ വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നടുവേദന പൂർണ്ണമായും സുഖപ്പെടുത്തി. ആരാധന കഴിഞ്ഞപ്പോൾ ഭർത്താവ് നിവർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. പിന്നീട് ഇന്ന് വരെ ആ വേദന ഉണ്ടായിട്ടില്ല. എല്ലാ പണികളും ചെയ്യാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനോഹരമായൊരു സാക്ഷ്യമാണിത്. കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കുക. ഭർത്താവിനോട് ചേർന്ന് നോക്കുക. വായിച്ചു കേൾക്കുന്നതിന് ഒരു മനോഹാരിതയുണ്ട്. ഭർത്താവ് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ ബാത്റൂമിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഭർത്താവിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായി അദ്ദേഹത്തിന് വെയിറ്റ് എടുക്കാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു വെയിറ്റൊന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആ നാളുകളിൽ അവർ ഒന്നാകെ കർത്താവിന് ശരണപ്പെടുകയാണ്. ഭർത്താവ് TV-യുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മക്കളും 3 മക്കളും ഭാര്യയും കൂടെ അദ്ദേഹത്തിന് മേൽ കൈകൾ വെച്ച് അവർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചു. അവരുടെ വിശ്വാസത്തിന് മുമ്പിൽ നമ്മുടെ ഈശോ ഇറങ്ങി വന്ന് അവരെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, അവരിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നിവർന്നു നിന്ന് ആ സമയം തന്നെ കർത്താവിനെ സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ 2 കരവും ഉയർത്തി ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നല്ല ദൈവമേ ആരാധന, നല്ല ദൈവമേ സ്തുതിക്കുന്നു. എൻ്റെ അത്ഭുത ശക്തിയിൽ ഞങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്നു. എൻ്റെ സൗഖ്യ ശക്തി ഇപ്പോൾ തന്നെ ഉറവപെട്ടി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരാരോഗങ്ങളിലൂടെയും കഠിന വേദനകളിലൂടെയും കടന്നു പോകുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ സൗഖ്യ ശക്തി ഒഴുകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ ദൈവത്തിന് ആരാധന, അത്ഭുതങ്ങളുടെ ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി ആരാധിക്കാം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ. യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. അവന്റെ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവന്റെ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. അവന്റെ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവന്റെ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. നാലാമത്തെ സാക്ഷ്യം. എൻ്റെ പേര് പുഷ്പം എന്നാണ്. മകന് ലഭിച്ച സൗഖ്യം സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ കത്തെഴുതുന്നത്. മകൻ്റെ പേര് അഖിൽ എന്നാണ്. തൈറോയിഡിൻ്റെ പ്രശ്നം മൂലം 3 വർഷമായി മരുന്ന് കഴിക്കുകയായിരുന്നു. പരിശോധിച്ചിട്ട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കണമെന്നായിരുന്നു. ഓരോ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും മരുന്ന് തുടരുകയും ചെയ്യും. ഈ നാളുകളിൽ എല്ലാ മാസവും നൈറ്റ് വിജിൽ പ്രാർത്ഥന അപേക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിൻ്റെ അസുഖം പൂർണ്ണമായി മാറി. ഇനി മരുന്ന് കഴിക്കേണ്ടതില്ല. യേശുവാകുന്ന വൈദ്യൻ്റെ അത്ഭുത ശക്തിയാൽ പൂർണ്ണമായ രോഗസൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, പൂർണ്ണമായ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷി നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. വൈദ്യശാസ്ത്രം പറഞ്ഞു ജീവിത അവസാനത്തോളം മരുന്ന് തുടരാതെ നിവർത്തിയില്ല. എന്നാൽ ദിവ്യ വൈദ്യനായ നമ്മുടെ കർത്താവ് കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി അടിച്ചുകൊണ്ട് നല്ല ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. അത്ഭുതങ്ങളുടെ ദൈവമേ, ദിവ്യ വൈദ്യനായ യേശുവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കരമടിച്ച് ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നീ വലിയവൻ, യേശുവേ നീ മതിയായവൻ, യേശുവേ നീ സൗഖ്യത്തിന്റെ ദൈവം, നീ ഞങ്ങൾക്ക് പരിഹാരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അഞ്ചാമത്തെ സാക്ഷ്യം മധ്യപ്രദേശ് ഭോപ്പാലിൽ നിന്ന് ജോർജ് എന്ന സഹോദരൻ എഴുതുന്നതാണ്. ഞാൻ ജോലിയിൽ കയറിയിട്ട് 32 വർഷത്തോളമായി. ഇതുവരെ എനിക്ക് സ്വന്തമായി ഒരു വീട് പണിയുവാനോ മേടിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യയും മുടങ്ങാതെ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഒന്നും ലഭിച്ചില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയില്ല. വലിയൊരു സാക്ഷ്യമാണ് കേൾക്കുന്ന നമുക്ക് കർത്താവ് നൽകുന്നൊരു മെസ്സേജ് കൂടിയാണ്. ഭഗ്നാശരാകാതെ കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോഴും അവർ പ്രാർത്ഥന മുടക്കിയില്ല. ഈശോയിൽ ശരണപ്പെട്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വീണ്ടും നമുക്ക് കേൾക്കാം. നവംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ, അതായത് കഴിഞ്ഞ മാസമാണ്, ഞങ്ങൾ ഒരു വീട് നൽകണമേ എന്ന് നിയോഗം വെച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് പിറ്റേ ദിവസം തന്നെ ബന്ധുക്കൾ നാട്ടിലൊരു വീട് കാണാൻ പോവുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്ത് താക്കോൽ വാങ്ങി എഗ്രിമെൻ്റ് ചെയ്തു. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി. ഹല്ലേലൂയ. സാക്ഷ്യം അവസാനിക്കുന്നില്ല. അതിനുശേഷം കൂടാതെ എൻ്റെ ഭാര്യയുടെ തൊണ്ടയിൽ അകത്തേക്ക് വളഞ്ഞ് ഒരു മുഴയും ഉണ്ടായിരുന്നു. കിടക്കുമ്പോൾ തൊണ്ട പൂർണ്ണമായും അടഞ്ഞ് ശ്വാസമെടുക്കുവാൻ പോലും ബുദ്ധിമുട്ട് വരുമായിരുന്നു. കഴിഞ്ഞ നൈറ്റ് വിജിലിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത് ഭാര്യ അറിഞ്ഞില്ല. നൈറ്റ് വിജിൽ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഭാര്യ എന്നോട് പറഞ്ഞു, അല്പം മുമ്പ് വെള്ളം കുടിച്ചപ്പോൾ എന്തോ ഭാരമുള്ള ഒരു സാധനം തൊണ്ടയിൽ നിന്ന് വയറ്റിലേക്ക് പോകുന്നതായി അനുഭവപ്പെട്ടു. അതിൽ പിന്നെ അവൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഇരു കരവും ഉയർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങൾ സമർപ്പിക്കുക, നമ്മുടെ നിയോഗങ്ങൾ ഈ സമയം സമർപ്പിക്കുക. ഇന്നും ജീവിക്കുന്നവനായ യേശു പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രവർത്തന നിരതനായ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ കരുത്ത് കരുതലുള്ള കർത്താവ്, രാത്രിയിലുള്ള ദൈവത്തിന്റെ കരുതലിന്, രാവിലെയുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഇപ്പോൾ ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മനസ്സോടെ ആത്മാവിൽ നമുക്ക് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആഗോള സുവിശേഷീകരണത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവ് ഉയർത്തിയതാണ് ഈ മിനിസ്ട്രിയെ. ഈ മിനിസ്ട്രിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കഴിഞ്ഞ നാളുകളിൽ ചൊരിഞ്ഞ സകല നന്മകൾ നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ജീവിതത്തിൽ ഈ മിനിസ്ട്രിയിലൂടെ, ശാലോം TV-യിലൂടെ, മാധ്യമങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് വലതുകരം കർത്താവിന് മുമ്പിലൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോക സുവിശേഷവൽക്കരണത്തിനായി തിരുസഭയെ പണിതുയർത്തുവാനായി അങ്ങ് തിരഞ്ഞെടുത്ത ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിലൂടെ ഈ നാളുകളിൽ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൻകാര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ കർത്താവ് അവിടുന്നാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ശാലോമിന്റെ സംരക്ഷകനും പരിപാലകനും അവിടുന്നാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ,
ദൈവമേ, നല്ല ദൈവമേ, ഈ മിനിസ്ട്രിയെ അവിടുന്ന് കരുതണമേ. അവിടുത്തെ ഉള്ളം കയ്യിൽ പൊതിഞ്ഞു പിടിക്കണമേ. എല്ലാ നാരകീയ ശക്തികളിൽ നിന്നും ശാലോമിനെയും ശാലോം ശുശ്രൂഷകളെയും സംരക്ഷിക്കണമേ. വിശുദ്ധ കുരിശിനാൽ ശാലോമിനെ മുദ്രണം ചെയ്യണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ശാലോമിനെ പൊതിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, ശാലോമിനെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ ഉയർത്തണമേ. ശാലോമിനെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ പൂർത്തിയാക്കുവാൻ അവരെ ബലപ്പെടുത്തിയാലും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, എല്ലാ ശാലോം ശുശ്രൂഷകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗോള വ്യാപകമായി ശാലോം ശുശ്രൂഷകളെ വളർത്തേണമേ, ഉയർത്തേണമേ. ശാലോം ടിവിക്ക് വേണ്ടി, ശാലോം വേൾഡ് ഇംഗ്ലീഷ് ചാനലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ലക്ഷം ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ മാധ്യമത്തെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പിതാവായ ദൈവമേ, ശാലോമിന്റെ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം മാധ്യമങ്ങളെ അനുഗ്രഹിച്ചുയർത്തിയാലും അനേക ഭാഷകളിലേക്ക്, അനേക രാജ്യങ്ങളിലേക്ക് ഈ മാധ്യമങ്ങൾ കടന്നു ചെല്ലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ശാലോം ധ്യാനങ്ങളിലൂടെയും ശാലോം കൺവെൻഷനിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയിലൂടെയും അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ലോകത്തെ ഉണർത്തുവാൻ എല്ലാ ശാലോം ശുശ്രൂഷകളെയും ബലപ്പെടുത്തണമേ. എല്ലാ ശാലോം ശുശ്രൂഷകരെയും ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിന്റെ ശക്തിയാൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ദൈവരാജ്യം വളരട്ടെ. തിരുസഭ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോമിനെ സഹായിക്കുന്ന എല്ലാ സഹകാരികളെയും ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് ഈ രാത്രിയിൽ സന്ദർശിക്കണമേ. ഹല്ലേലൂയ. ശാലോം ടിവി സൗജന്യമായി പ്രക്ഷേപണം ചെയ്യുവാൻ സഹായിക്കുന്ന കേബിൾ ഉടമകളെയും ജീവനക്കാരെയും മാനിച്ചുയർത്തണമേ. അവരുടെ ബിസിനസിനെ അനുഗ്രഹിച്ചുയർത്തണമേ. ശാലോമിനോട് ചേർന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ശാലോം പീസ് ഫെലോഷിപ്പിലെ എല്ലാ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ,
ശാലോം പ്രസിദ്ധീകരണങ്ങൾ വായനക്കാരുടെ കരങ്ങളിൽ എത്തിക്കുന്ന ഏജന്റുമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശാലോം ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും സഹകാരികളെയും വീണ്ടും ആത്മാവാൽ നിറയ്ക്കണമേ. ദൈവവേല ചെയ്യുവാൻ, യേശുവിന്റെ സാക്ഷികളാകുവാൻ ശാലോമിനെ ഉയർത്തണമേ. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് കരങ്ങളെ മുഴുവനായി ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവിന്റെ നാമത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ശാലോമിനെ സമർപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, രാത്രിയിൽ ശാലോം കൂടാരത്തിന്റെ മേൽ വീണ്ടും നിഴൽ വിരിക്കണമേ. ആഗോള വ്യാപകമായി ശാലോമിനെ വളർത്തണമേ. ശാലോം പ്രസിദ്ധീകരണങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ശുശ്രൂഷകർ ഉണരട്ടെ, ദൈവരാജ്യ ശുശ്രൂഷകൾ ബലപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാവി ശുശ്രൂഷകൾ, ഭാവി വാഗ്ദാനങ്ങൾ നിറവേറപ്പെടട്ടെ. ആത്മാവിൽ ഐക്യപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് യേശുവിന്റെ ആത്മാവാൽ ശാലോം ശക്തീകരിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിന്റെ വേല ചെയ്യുവാൻ. ഹല്ലേലൂയ. യേശുവേ നിന്നാത്മാവാൽ ശക്തീകരിക്കണമേ. നിൻവേല ചെയ്തിടുവാൻ, നിൻ സാക്ഷിയായിടുവാൻ. യേശുവേ നിന്നാത്മാവാൽ ശക്തീകരിക്കണമേ. നിൻവേല ചെയ്തിടുവാൻ, നിൻ സാക്ഷിയായിടുവാൻ. പ്രിയപ്പെട്ടവരെ, ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ അത്യാവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകം മുഴുവനും യേശുവിൻ്റെ നാമം അറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധനായ ജോൺ പോൾ പിതാവ് പറഞ്ഞു വെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എല്ലാ വിശ്വാസികളെയും അവരുടെ വികാരങ്ങളോടുകൂടെ സഭ ആദരിക്കുന്നു. എന്നാൽ യേശു മിശിഹ ഏക രക്ഷിതാവാണെന്ന അടിസ്ഥാന കാര്യം പ്രഖ്യാപിക്കുവാൻ നാം മടിക്കുന്നില്ല. കാരണം മാനവവർഗത്തിന്റെ ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭാ പ്രബോധനത്തിന്റെ അഭിഷേകം ഹൃദയത്തിൽ സ്വീകരിച്ച് ലോക സുവിശേഷവൽക്കരണത്തിന്റെ കാതൽ യേശു ഏക രക്ഷകനാണ് എന്ന് പ്രഘോഷിക്കുന്നതിലാണ്. അപ്രകാരമുള്ള ഒരു അഭിഷേകം സകല സുവിശേഷ മിനിസ്ട്രികളിലും ദൈവരാജ്യ പ്രവർത്തകരിലും നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊടുക്കുക. കണ്ണുകളെ അടച്ച് കരമുയർത്തി പിടിച്ചുകൊണ്ട് 7 ഭൂഖണ്ഡങ്ങളെയും എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ഭരണാധികാരികളെ, തിരുസഭയെ, എല്ലാ സുവിശേഷകരെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോക സുവിശേഷവൽക്കരണത്തിനായി തിരുസഭയോട് ചേർന്ന് ആത്മാവിൽ ഐക്യപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയെ അനുഗ്രഹിക്കണമേ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മിനിസ്ട്രികളെയും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും, പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും ഈ രാത്രിയിൽ വീണ്ടും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കണമേ, അവിടുന്ന് നയിക്കണമേ. യേശു ഏകരക്ഷകനെന്ന് പ്രഘോഷിക്കുവാൻ അഭിഷേകത്തിന്റെ ശക്തി എല്ലാ സുവിശേഷകരിലും പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ
മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുനാമമല്ലാതെ മറ്റൊരു നാമവുമില്ലെന്ന് സകല ജനപദങ്ങളും വിജാതീയ സമൂഹങ്ങളും തിരിച്ചറിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, ഭൂമുഖത്തെ നവീകരിക്കുക. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ തീ സഭകളെ ഉണർത്തട്ടെ, മിനിസ്ട്രികളെ ഉണർത്തട്ടെ, സുവിശേഷകരെ ഉണർത്തട്ടെ. ഇരുകരവും ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭൂഖണ്ഡങ്ങളിൽ കത്തിപ്പടരുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഗോള സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേക കർത്താവെന്ന്, യേശുവേക രക്ഷിതാവെന്ന് ലോകം അറിയട്ടെ, ദേശങ്ങൾ അറിയട്ടെ. ഭാഷാവരത്തിൽ അല്പസമയം ആരാധിക്കുന്നു. ഹല്ലേലൂയ, ബൂഹ ബൂഹ ബൂഹ, റിയ 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 റിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി പ്രാർത്ഥിക്കാം. ആകാശത്തിൻ കീഴിൽ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, സകല ജനങ്ങളും അറിയട്ടെ. ഹല്ലേലൂയ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, മറ്റൊരു നാമമില്ല, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ലോകസുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി അമ്മ പ്രാർത്ഥിച്ചാലും തിരുസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ ആഴപ്പെടുവാൻ, സുവിശേഷ ശുശ്രൂഷകൾ പുതിയവ രൂപം കൊള്ളുവാൻ, നിലവിലുള്ളവ ബലപ്പെടുവാൻ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിരിക്കാം.